വർഷങ്ങളായി റോഡ് തകർന്ന് അപകടങ്ങൾ പതിവായിട്ടും മുടക്കമില്ലാതെ ടോൾ പിരിക്കുന്ന ഒരു പാലമുണ്ട് മലപ്പുറത്ത്. സംസ്ഥാന പാതയിലെ താനൂർ ദേവധാർ പാലത്തിലാണ് മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ ഇപ്പോഴും ടോൾ പിരിവ് തുടരുന്നത്. ടോൾ ജീവനക്കാർ തോന്നിയ പോലെ പിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. റെയിൽപാളം കടക്കാൻ ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 685 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച റെയിൽവേ ഓവർബ്രിഡ്ജ് 2014 ഫെബ്രുവരിയിലാണ് തുറന്നത്. അന്ന് വൈകിട്ട് തുടങ്ങിയ ടോൾ പിരിവാണ് 10 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നത്. ചില വണ്ടികൾ മാത്രം പൈസ വാങ്ങുന്നു, ചില വണ്ടികൾ മുനിസിപ്പാലിറ്റി ഒഴിവാണ്. ഇവിടുത്തെ 3 പഞ്ചായത്തുകൾപ്പെട്ട ആളുകളൊന്നും പൈസ പിരിക്കൂല. അപ്പൊ സ്റ്റിക്കർ ഉണ്ടാവും. ഇത് നമ്മളെ ഫാസ്ടാഗ് സാധനമാതിരി സ്റ്റിക്കർ ഉണ്ടാവും. ദേവധാർ ടോൾ പ്ലാസ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ആ വണ്ടിക്ക് മാത്രം ഒഴിവാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഭാഗത്ത് കൂടെ സ്ഥിര യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് അങ്ങനത്തെ സ്റ്റിക്കർ കിട്ടിയിട്ടില്ലല്ലോ. അത് നിങ്ങളെ പഞ്ചായത്തിൽ ചോദിച്ച് മേടിക്കണം ആ സമയത്തിൽ. യാത്രക്കാരെ നോക്കിയിട്ടാണ് നിങ്ങൾ പൈസ പിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾക്ക് ഇപ്പോൾ 10-12 കൊല്ലമായിട്ട് നിങ്ങളൊരു പണിയെടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആൾ. അതുമാതിരി നമ്മൾക്ക് മനസ്സിലായി നമ്മൾ ഒഴിവാക്കൂ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊച്ചി കോഴിക്കോട് പാതയാണിത്. ഈ വണ്ടികളിൽ നിന്നെല്ലാമായി ഇതുവരെ എത്ര രൂപ പിരിച്ചിട്ടുണ്ടാകുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. നിവൃത്തികേടുകൊണ്ട് പണം കൊടുക്കുകയാണെന്നും അവർ പറയുന്നു. ടോൾ കൊടുക്കുന്ന കാര്യമില്ല, പക്ഷേ എടുത്ത് ഒഴിവാക്കേണ്ട കാലം കൂടി ആയി. ഇതൊക്കെ കൊടുത്തിട്ടില്ലേ പ്രശ്നമില്ല, കച്ചവടമാക്കാൻ എന്തിനാ വെറുതെ 10 രൂപയ്ക്ക് ഇതാക്കി വെച്ചിട്ടാണ്. പിന്നെ ടോളാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്യേണ്ടവർക്ക് തോന്നണ്ടേ. ഇവിടെ മാത്രമല്ല, റോഡ് മൊത്തം പൊളിഞ്ഞ് കിടക്കില്ല, എല്ലായിടത്തും പൊളിഞ്ഞ് കിടക്കില്ലേ. മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. പാലത്തിലാണെങ്കിൽ നിറയെ വിടവുകളാണ്. ഓരോ സ്ലാബിനും ഇടയിലുള്ള വലിയ വിടവുകളിലൂടെ നോക്കിയാൽ താഴെയുള്ള നിലം നന്നായിട്ട് കാണാം. കുണ്ടും കുഴിയും വേറെയുമുണ്ട്. പാലത്തിലെ പിരിവ് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് അവിടെ ഉയരുന്നത്. ഈ പാലം നിർമ്മിച്ച കാശും മൂലം അതിൻ്റെ അപ്പുറമായി ഇതിപ്പോൾ കൊള്ളയ്യ ജനങ്ങളെ. കാരണം റോഡൊക്കെ പൊളിഞ്ഞു പോയി, പാലവും പൊളിഞ്ഞു. ഈ പാലം പൊളിഞ്ഞ പാലത്തിനാണ് ഇവരിപ്പോൾ പൈസ പിരിക്കുന്നത്. ടോളാകുമ്പം എത്ര വർഷത്തിന് എന്നുള്ള രീതിയിലല്ലേ. ഇപ്പം ഞാൻ ഈ ടോളിലൂടെ പോവുകയാണെങ്കിൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ അവർ പേടിക്കുന്നില്ല. അപ്പം സത്യത്തിൽ ഈ ടോൾ എന്ന് പറഞ്ഞത് കറക്റ്റ് ഒരു ധർമ്മപ്പെട്ടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഈ ടോൾ ഒഴിവാക്കിയിട്ട് വല്ല കിഡ്നി രോഗികൾക്കോ നാട്ടിലുള്ള കിഡ്നി രോഗികൾക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പിരിവുണ്ടല്ലോ, അതാണ് നല്ലതെന്ന് തോന്നുന്നത്. അപ്പം ഞാൻ പോകുമ്പം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അതായത് ധർമ്മപ്പെട്ടി കാശ് തന്നാൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക, അങ്ങനത്തെ രീതിയിലേക്ക് അപ്പോൾ. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് മുബഷിർ പി അക്ബർ. ഇത് എന്തൊരു പിരിവാണ്? അതും ആ പാലത്തിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ട് അതിൽ കൂടി പോകുന്നതിന് പിരിവ് കൂടി വാങ്ങുന്നു. അത് ഒരു നിബന്ധനകളുമില്ലാതെ തോന്നുന്നത് പോലെ പിരിക്കുന്നു. ഇതൊന്നും നോക്കാനൊന്നും ആരുമില്ലേ മുബഷിർ? ഈ ചോദ്യങ്ങൾ തന്നെയാണ് അവർ മേഖലയിലെ പ്രദേശവാസികളും അതുപോലെ തന്നെ യാത്രക്കാരും ഒരുപോലെ ചോദിക്കുന്നത്. 2014 സുജയ പർവതി അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന രീതിയിൽ താനൂർ ദേവധാർ മേഖലയിൽ ഒരു പാലം നിർമ്മിക്കുന്നത്. 2014 വൈകിട്ട് ആരംഭിച്ച ടോൾ പിരിവ് ഇക്കാലം അത്ര കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പാതയാണിത്. കോഴിക്കോട് കൊച്ചി സംസ്ഥാന പാത ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ ഈ പാലം എത്തുന്ന ഭാഗത്ത് നിരവധി കുണ്ടും കുഴിയുമുണ്ട്. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ താഴ്ഭാഗത്ത് കമ്പിയൊക്കെ തന്നെ കാണാൻ സാധിക്കും. പതിവായിട്ട് അവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, വാഹനങ്ങൾ പഞ്ചറാകാറുണ്ട്. നേരത്തെ സ്കൂട്ടർ യാത്രക്കാർ ആ ഒരു കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് ടോൾ പിരിവ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന് കീഴിലെ റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ കീഴിലാണ് ഈ ഒരു ടോൾ പിരിവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ് താനൂർ ദേവധാർ മേഖലയിൽ ടോൾ പിരിവ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നമുക്കറിയാം. അവിടെ അതുമായി ബന്ധപ്പെട്ട എത്ര രൂപയാണ് അതത് വാഹനങ്ങളിൽ നിന്ന് പിരിക്കേണ്ടതെന്ന ബോർഡുകളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടോൾ ജീവനക്കാർ അവർക്ക് തോന്നിയ പോലെയാണ് ടോൾ പിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടു. ചില ആളുകളിൽ നിന്ന് പണം ചോദിക്കുന്നുണ്ട്,
ചില വാഹനങ്ങൾക്ക് മുൻപിൽ കൈ കാണിക്കുന്നുണ്ടെങ്കിലും ആ വാഹനങ്ങൾ നിർത്താതെ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് മാനദണ്ഡങ്ങളാണ് ഈ ടോൾ പിരിവിന് അടിസ്ഥാനമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാൻ ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനി ജീവനക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കുറേ കരാർ കമ്പനികളൊക്കെ തന്നെ അത് ഏറ്റെടുത്ത ആദ്യഘട്ടത്തിൽ ആ ടോൾ പിരിവ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് അവരൊക്കെ തന്നെ പിന്മാറി. ഇപ്പോൾ പൂർണ്ണമായിട്ടും റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ നേരിട്ടാണ് ഈ ഒരു ടോൾ പിരിവ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നാട്ടുകാരുടെയും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ സമരം നടത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി അത് നിർത്തിവെച്ചിരുന്നെങ്കിലും പിന്നീട് സർക്കാർ കോടതിയെ സമീപിച്ചുകൊണ്ട് 2029 വരെ അവിടെ ടോൾ പിരിക്കാനുള്ള അനുമതി നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു അനുമതി പത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗുണ്ടാ പിരിവ് പോലെ നിർബാധം ഇപ്പോഴും ഇവിടെ ടോൾ പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിശേഷം കോഴിക്കോട് കൊച്ചി പോലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ ചരക്ക് ലോറികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിൽ ഇവരുടെ ഗുണ്ടാ പിരിവിന് മുന്നിൽ നിവൃത്തിയില്ലാതെ പണം കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിർത്തേണ്ട സമയം അധികരിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ, ഈ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പണം കൊടുക്കേണ്ടെന്ന ചോദ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് നാട്ടുകാർ വീണ്ടും ഒരുങ്ങുന്നത്. സുജയ. ഓക്കെ, മുബഷിർ അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. പാലത്തിൽ കുണ്ടും കുഴിയും പൊളിഞ്ഞും ഒക്കെ കിടന്നു, അതിൽ ടോളും പിരിക്കുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ.